തുവരക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം കറുത്ത തുവരയാണ്. നമുക്ക് വെള്ള തുവര കൊണ്ട് വേണമെങ്കിലും ഇതേപോലെ തന്നെ കറി ഉണ്ടാക്കാം. 200 ഗ്രാം കറുത്ത തുവര ഒരു പാത്രത്തിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ചൂടായി വരുന്ന നേരത്ത് നല്ല സ്മെല്ല് വന്നു തുടങ്ങും, ഇതൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കിതിന് 6 മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 വലിയ ഉള്ളി, 8 ചെറിയ ഉള്ളി, 8 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ്. 2 പച്ചമുളക് നടുകെ കീറിയതും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതും മാറ്റി വെക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് കിട്ടിയിട്ട് ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ആവശ്യത്തിന് കഴുകിയെടുക്കുക. നേരത്തെ കുതിർക്കാൻ വെച്ച തുവര കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസും കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിക്കണം. 20 മിനിറ്റ് ഒന്ന് തിളച്ച് വരുന്നിടത്ത് താളിപ്പ് ചേർക്കണം. 2 പച്ചമുളക് നടുകെ കീറിയതും 1 ടീസ്പൂൺ കടുകും താളിച്ചിട്ട് ഇതിൽ ചേർക്കാം. ഇനി വേണ്ടത് അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ശരിയാക്കിയതിൽ 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുവരക്കറി റെഡി ആയിട്ടുണ്ട്.